Hello everyone, welcome back to my channel The Gleam Family. So today's video is a very special video for me because ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. I am in my 38 weeks today and it was my high time to pack my hospital bag. So ഞാൻ ജസ്റ്റ് ഇന്നലെ ഇത് പാക്ക് ചെയ്തിട്ടേ ഉള്ളൂ. So I will show you in detail what all I pack in my bag. ഇനിയിപ്പോൾ ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ഡെലിവറി ആവാം. സോ നിങ്ങളൊരു 36 വീക്കിലെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെക്കാം. സോ ഞാനിവിടെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ഫോർ മീ ആൻഡ് ഫോർ ബേബി. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ എല്ലാം ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഷോ യു വാട്ട് ഓൾ എസെൻഷ്യൽ തിങ്സ് വിച്ച് ഐ പാക്ഡ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ്. ജസ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഞാൻ ബേബിയുടെ തിങ്സ് കാണിക്കാം. ഇത് ഫുൾ ബ്ലാങ്കറ്റ് ആൻഡ് ഇത് റിസീവിങ് ബ്ലാങ്കറ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു പാക്കാണ്. ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്കിത് സെക്ഷനായിട്ട് വെക്കാം. സോ ഇങ്ങനൊരു റിസീവിങ് ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് ഫസ്റ്റ് ക്രൈയിൽ അവൈലബിൾ ആണ് ഈ ഒരു റിസീവിങ് ബ്ലാങ്കറ്റ്. പിന്നെ ഇത് ബേബി റാപ്പറാണ്. അപ്പം നല്ല സോഫ്റ്റ് ക്ലോത്ത്. നിങ്ങളപ്പം മേടിക്കുമ്പം ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ക്ലോത്ത് ആണോ നോക്കണം. എല്ലാം ജസ്റ്റ് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഓരോരോ പ്ലാസ്റ്റിക് കവേഴ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ മിനിയൻസിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബേബി ഡ്രസ്സാണ്. നമുക്ക് കാണാം കുറച്ച് ബേബി ഡ്രസ്സാണ്. ഇത് കൂടുതലും ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് വിൻ്ററാണ്. അപ്പോൾ നാട്ടിലെ പോലെ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടും ഞാൻ റോംബേഴ്സ് 1 സൈസ് ആൻഡ് സ്ലീപ്പ് സ്യൂട്ടാണ് കൂടുതൽ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചു. നമുക്ക് ജെൻഡർ അറിയാത്തതുകൊണ്ട് എല്ലാം ഒരു ന്യൂട്രൽ കളേഴ്സാണ് വാങ്ങിച്ചേക്കുന്നത്. യെല്ലോ ആൻഡ് റെഡ്, ഒരു യെല്ലോ റെഡ് ബ്ലൂ കോമ്പിനേഷനാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബേബി ഡ്രസ്സ്, ഫ്രണ്ട് ഓപ്പൺ 2-3 ഫ്രണ്ട് ഓപ്പൺ ടീഷർട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് ബേബി റാപ്പറാണ്. ഇത് ഫസ്റ്റ് ക്രൈനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ മിനിയൻസി നമ്മൾ ഷോപ്പിൽ നിന്നും 2-3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബേബിയെ റാപ്പ് ചെയ്യാനുള്ള റാപ്പേഴ്സാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഒരു 3 സെറ്റുണ്ട്. ഇത് നമ്മൾ മേടിച്ചേക്കുന്നത് ബർത്ത് ടവൽ. അപ്പം ഇത് ഒത്തിരി യൂസ്ഫുൾ ആണ്. ഈ ബർത്ത് ടവൽ നമ്മൾ ഓൺലൈൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതും ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ലാർജ് സൈസിൻ്റെ ക്വിക്ക് ഡ്രൈ ഷീറ്റാണ്. അപ്പം ഇത് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാം. ക്വിക്ക് ഡ്രൈ ഷീറ്റ് ഒത്തിരി യൂസ് ആവുന്നതാണ് ഈ ഒരു ക്വിക്ക് ഡ്രൈ ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ ലാർജാണ്. ഒരു ലാർജും ഒരു മീഡിയവും വാങ്ങിക്കും. അപ്പോൾ ഇത് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസീവിങ് ബ്ലാങ്കറ്റ് ഉണ്ട്, റാപ്പേഴ്സ്, പിന്നെ ബേബീസിൻ്റെ ഡ്രസ്സ്, പിന്നെ ബർത്ത് ടവൽ. അടുത്തായിട്ട് വേണ്ടത് ഇത് എത്ര ഉണ്ടെങ്കിലും മതിയായാലും ഇത് വാട്ടർ വൈപ്സ് ആണ്, അൺസെൻറ്റഡ് പ്യൂർ. ഇത് സോഫ്റ്റ് സെൻസിൻ്റെ ബേബി വാട്ടർ വൈപ്സ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ നോക്കേണ്ടത് അൺസെൻറ്റഡ് വൈപ്സ് മേടിക്കാൻ നോക്കണം, വാട്ടർ വൈപ്സ്. അപ്പോൾ ഇത് എത്ര ഉണ്ടെങ്കിലും ഇതൊരു 3 പാക്ക് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. ഫേസ് ടവലാണിത്, ബാത്ത് ടവൽ അല്ലെങ്കിൽ ഫേസ് ടവൽ. അപ്പോൾ ഇതും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതും ജസ്റ്റ് വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തേക്കുന്നത്, ന്യൂ മദേഴ്സിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഓപ്പൺ ഫ്രണ്ട് ഗൗൺസ് എടുത്തിട്ടുണ്ട്. ഫീൽഡ് ഫോർ ഈസി ഫീൽഡ് ഓപ്പൺ ഫ്രണ്ട് ഗൗൺസ് ഉണ്ട്, കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സ്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഞാനും എൻ്റേതും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചേക്കുവാണ്. ബിക്കോസ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും കുറച്ചുകൂടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ കവറിലാക്കി വെക്കുമ്പോൾ. ഞങ്ങൾ ബേബിയുടെയും എൻ്റെയും വേറെ വേറെ കവറിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഈസി ആയിരിക്കും. നമ്മളല്ല ആയിരിക്കത്തില്ലല്ലോ അവിടെ എടുക്കുന്നത്. അപ്പം എടുക്കുന്നവർക്ക് ഈസി ആയിരിക്കും. അപ്പം ഫ്രണ്ട് ഓപ്പൺ ഗൗൺസ് ഉണ്ട് ഫോർ ഈസി ഫീഡിങ്, പിന്നെ നഴ്സിംഗ് ബ്ര, പിന്നെ നമ്മളിവിടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്,
മെറ്റേണിറ്റി പാഡ്സ് ഉണ്ട്. ഇതും മെറ്റേണിറ്റി സാനിറ്ററി പാഡ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഗോയിങ് ഹോം ഔട്ട്ഫിറ്റ് ഉണ്ട്, അതും മറക്കാതെ ബേബിയുടെ നമ്മുടെയും ഗോയിങ് ഹോം ഔട്ട്ഫിറ്റ് എടുത്ത് വെക്കാം. മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ഒരു സാനിറ്റൈസർ ജെല്ലുണ്ട്. ഇതെല്ലാം ഹാൻഡിയാണ്, അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഒരു ചെറിയൊരു മിററുണ്ട്, ക്യൂട്ട് മിറർ. ഞാനിത് മിനിസോന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മിററുണ്ട്. പിന്നെ ഒരു മോസ്കിറ്റോ റെപ്പൽ, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഒരു ക്ലെൻസർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ലിപ് ബാം ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യമായിട്ട് നമ്മൾ ആ ടൈമിൽ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലിപ് ബാം നമ്മൾ വെക്കണം, എസ്പെഷ്യലി ഇൻ വിൻ്റർ ടൈം അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു മിമിയുടെ ഒരു മൈൽഡ് ലോണ്ട്രി ഡിറ്റർജൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ബിക്കോസ് നമുക്ക് അവിടെ ഇപ്പം അത്യാവശ്യം എന്തെങ്കിലും ഒരു ബേബിയുടെ വാഷ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മിമിയുടെ മൈൽഡ് ലോണ്ട്രി ഡിറ്റർജൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാനിവിടെ നമ്മുടെ ബാഗിൽ എടുത്തിട്ട് ക്യാപ്പ്, മിറ്റേൺസ്, പിന്നെ ബേബി സോക്സ്, മിറ്റേൺസ്, പിന്നെ നമുക്കുള്ള സോക്സ്, എസ്പെഷ്യലി നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ 3-4 days ആണ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബാഗിൽ. കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല, അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നു. ബേബി കാരിയർ, ഇതും നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അപ്പം ഇത് നമ്മൾ മേടിക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ നമുക്കിത് ഇതിൻ്റെ അകത്ത് ഈ മെറ്റീരിയൽ എത്ര സോഫ്റ്റ് ആണെന്ന് അറിയില്ല. സോ ഞങ്ങളിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓൺലൈൻ ഓൾസോ ഇറ്റ്സ് അവൈലബിൾ, ബട്ട് പ്രോഡക്റ്റ് നിങ്ങൾ നോക്കി വാങ്ങണമെങ്കിൽ ഇങ്ങനെ ഷോപ്പിൽ പോയി വാങ്ങിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഒത്തിരി ഫീഡിങ് പില്ലോസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഫീഡിങ് പില്ലോ, പിന്നെ ബേബി കാരിയർ, പിന്നെ ബേബി ബെഡുണ്ട്. അത് ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേബി ബെഡ്, ബേബി കാരിയർ, ഇങ്ങനത്തെ 2-3 എസെൻഷ്യൽ അങ്ങനത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ ആണല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഈവൻ ഞാനും ഇങ്ങനത്തെ കുറേ വീഡിയോസ് സെർച്ച് ചെയ്താണ്. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ഹസ്ബൻഡിൻ്റെ സാധനങ്ങളും പാക്ക് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബോക്സിൽ ഇത്രയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട, നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യത്തില്ലായിരിക്കും. അപ്പം യൂസ് ചെയ്യുന്നത് മാത്രം നമ്മുടെ ബാഗിൽ പാക്ക് ചെയ്യാവും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഐ വിഷ് യു ഓൾ ദ ന്യൂ മദേഴ്സ് ടു ഹാവ് എ സേഫ് ഡെലിവറി. പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് സേഫ് ഡെലിവറി ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് സീ യു ഓൾ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ. Have a nice day to all of you. Bye.